ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് പുതിയ ഒരു കാര്യം പറയാനാണ് വന്നത്. അതായത് നമ്മുടെയൊക്കെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. അതായത് പണ്ട് ഉള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴും തുടരുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഹാർഷായിട്ട് പെരുമാറുന്ന അധ്യാപകർ, കുട്ടികളെ അടിക്കുന്ന അധ്യാപകർ, അതുപോലെ തന്നെ കുട്ടികളെ ഒരു നിലക്കും പരിഗണിക്കാത്ത അധ്യാപകർ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമ്പ്രദായത്തിൽ ഒരിക്കലും കുട്ടിയുടെ വികസനം, ഡെവലപ്മെൻറ്റ് സാധ്യമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓരോരോ സന്ദർഭത്തിൽ നമ്മൾ പലരുമായി ഇടപഴകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്നുള്ള നിലക്കാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകനെ ഇഷ്ടപ്പെട്ടാൽ തന്നെ പല കുട്ടികളും സബ്ജക്റ്റ് ഇഷ്ടപ്പെടും, പഠനത്തോട് താല്പര്യമുണ്ടാകും, അതുപോലെ തന്നെ ഡെയിലി ക്ലാസ്സിലേക്ക് വരാൻ തോന്നും. ഓക്കെ, അതേപോലെ ഹിറ്റ്ലർ ആകുന്ന ഒരു അധ്യാപകനാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പഠനത്തോട് വെറുപ്പായിരിക്കും, സ്കൂളിനോട് വെറുപ്പായിരിക്കും, സബ്ജക്റ്റിനോട് വെറുപ്പായിരിക്കും. അതേപോലെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് അധ്യാപകർ അവനെ പഠിപ്പിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് ആ കുട്ടിയോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ആ കുട്ടി എത്ര അധ്യാപകരെ തിരഞ്ഞെടുക്കും? തീർച്ചയായിട്ടും ആ കുട്ടിയിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു അധ്യാപകൻ്റെ പേര് മാത്രമേ ആ കുട്ടി തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരു കുട്ടി തൻ്റെ അധ്യാപകനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അവൻ്റെ പഠനകാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവൻ്റെ മെച്യൂർ ആകുന്നില്ല, അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാനുള്ളൊരു മെച്യൂരിറ്റി പാകത അവന് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും പഠനങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ്റെ പഠന പുരോഗതി വിലയിരുത്തുമ്പോൾ അവൻ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോകുന്ന സമയത്തായിരിക്കും തനിക്ക് തന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ പേരും, അല്ലെങ്കിൽ ആ ഒരു അധ്യാപകൻ എത്രത്തോളം തൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, പഠിക്കുന്ന സമയത്തല്ല, മറിച്ച് പഠന കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരു കുട്ടി തൻ്റെ അധ്യാപകനെ വിലയിരുത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരിക്കലും തന്നെ പ്രോബ്ലം സോൾവിങ് ഉണ്ടാകുന്ന ഒരു കുട്ടി ആയിരിക്കണമെന്നില്ല. അവൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അധ്യാപകൻ വേണ്ടി വരും, ഒരുപക്ഷെ പാരൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വേണ്ടി വരും, അവൻ്റെ സൊസൈറ്റി വേണ്ടി വരും. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു സപ്പോർട്ടോട് കൂടി മാത്രമേ തൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ പഠനാനന്തരം തീർച്ചയായിട്ടും ആ കുട്ടി ആ ഒരു സ്കില്ല് നേടിയെടുക്കുകയും തൻ്റെ പ്രോബ്ലം സോൾവിങ്, തനിക്ക് ചെയ്യേണ്ട കാര്യം താൻ തന്നെ സ്വയം ചെയ്യണമെന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമെന്ന് പറയുന്നത് പഠനത്തിന് ശേഷമായിരിക്കും. ടീച്ചർ എന്ത് പറയുന്നു അത് പഠിക്കുന്നു, ടീച്ചർ എന്ത് പഠിക്കാൻ കൊടുക്കുന്നു അത് പഠിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു എക്സ്ട്രാ റീഡിങ്ങോ അല്ലെങ്കിൽ വേറെ സ്വയം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പാകതയോ നിലവാരമോ ആ കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു അധ്യാപകൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കുട്ടിയെ ആ ലെവലിലേക്ക്, പ്രോബ്ലം സോൾവിങ്ങിലേക്ക്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആകുന്നതിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ ആ ഒരു ലെവൽ ഉയരുക തീർച്ചയായിട്ടും അവൻ്റെ പഠനാനന്തരം ആയിരിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ പല സ്കൂളുകളും ഇന്ന് കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പല സ്കൂളിൻ്റെയും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആകാത്തതിൻ്റെ പേരിൽ പല സമയത്തും കുട്ടികൾ പീഡനങ്ങൾ അനുഭവിക്കുന്നു. തൻ്റെ പാരൻസ് ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുന്നു, എന്നിട്ടും കുട്ടികൾ വലിയ ഫീസ് കൊടുത്തിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു കോംപ്ലക്സ് പാരൻസിനും ഉണ്ടാകുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ആ രൂപത്തിലുള്ള പല മെൻ്റൽ ടോർച്ചറിങ്ങും സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് സബ്ജക്റ്റിനോട്, ലാംഗ്വേജിനോട്, സ്കൂളിനോട് ഒക്കെ താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഇമ്പ്രൂവ് ആയിക്കൊള്ളണമെന്നില്ല. അപൂർവം ചില കുട്ടികളുടെ ഇമ്പ്രൂവ് ആകുകയില്ല എന്നല്ല നമ്മൾ പറയുന്നത്. പല കുട്ടികളുടെയും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിക്കുന്നത് അത് 1, 2, 3, 4 വർഷം, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ള ഒരു ശീലം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, പ്രൈവറ്റ് ആണെങ്കിലും ഒട്ടുമിക്ക ഗവൺമെൻറ് സ്കൂളാണെങ്കിലും അധ്യാപകൻ വരുന്നു, ക്ലാസ് എടുക്കുന്നു,
ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നു, അതുപോലെ തന്നെ ഹോംവർക്ക് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടി തീർച്ചയായിട്ടും അവിടെ ഒരു കൺജസ്റ്റഡ് ആയിരിക്കും. കുട്ടിക്ക് അതൊന്നും ആയിരിക്കില്ല കൂടുതൽ ഇഷ്ടം. അവൻ്റെ വീട്ടുകാര്യങ്ങൾ ചോദിക്കുക, അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക, റിലേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക, അതുപോലെ തന്നെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കുക, ഒരു കളിയെക്കുറിച്ച് ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ആ ടീച്ചറോടും ആ വിഷയങ്ങളോടും അതുപോലെ തന്നെ അധ്യാപകരോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അധ്യാപകർക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും കുട്ടികളെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, IPS ആക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി വേണം, ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും സങ്കല്പങ്ങളുമായിട്ടാണ് അധ്യാപകരും അതുപോലെ തന്നെ പേരൻസും കുട്ടികളൊക്കെ നടക്കുന്നത്. എന്നാൽ കുട്ടിയുടെ യഥാർത്ഥ കഴിവ് എന്താണ് എന്ന് പലരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഇപ്പോൾ ഓടാൻ കഴിയുന്ന കുട്ടികളെ ഓടിപ്പിക്കണം, അല്ലെങ്കിൽ പാടാൻ കഴിയുന്ന കുട്ടികളെ പാടിപ്പിക്കണം, അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതൊക്കെ ഇന്ന് ഉണ്ടോ, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മൾ മാറി ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഒന്ന് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്സിൻ്റെ ഒക്കെ ഒരു ബേസിക്കും അറിയാത്ത കുട്ടികളെ വലിയ ക്ലാസ്സിൽ ഇരുത്തി അവനെ വലിയ തിയറംസും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ കൊടുത്താൽ ആ കുട്ടി എങ്ങനെ ചെയ്യാനാണ്? ആ കുട്ടിക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ ബേസിക് സ്റ്റെപ്പ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് കൊടുക്കാൻ സ്കൂളിനെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള സമയമില്ല. ഒരു വളരെ ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ബേസിക് ലെവൽ ഉയർത്തിക്കൊണ്ടുവരാതെ ഒരിക്കലും ആ കുട്ടിക്ക് ആ മാത്സ് സബ്ജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ തിയറംസ്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഒരിക്കലും അത് ഡെവലപ്പ് ആകാൻ പോകുന്നില്ല. ഓക്കെ, അതൊന്നും നമ്മുടെ അധികാരികൾ അല്ലെങ്കിൽ നമ്മൾ അതോറിറ്റി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വിരളം. അത് ചെയ്യുന്നില്ല എന്നല്ല, അതൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിരളമാണ്. അതുകൊണ്ട് ഏത് കുട്ടിയാണോ ഉയർന്നു പഠിക്കുന്നത് അവൻ എന്നും ഉയർന്നു പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഏത് കുട്ടിയാണോ ബാക്കിലായിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടി എന്നും ബാക്കിൽ തന്നെയാണ്. അവൻ്റെ ലെവൽ ഓഫ് ലേണിംഗ് ഉയരുന്നില്ല, അവൻ അതിനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല, അവൻ വീക്ക് സബ്ജക്റ്റ് ഒരിക്കലും അവിടെ ഡെവലപ്പായി വരുന്നില്ല. സ്വാഭാവികമായിട്ടും ആ കുട്ടി പഠനത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ആ പഠന മേഖലയിൽ മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാൻ കഴിയാതെ ആ കുട്ടി പിന്തള്ളപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂളുകളിൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു അധ്യാപകൻ കൗൺസിലറായിട്ട് അവിടെ വേണം. കുട്ടികൾക്ക് വേണ്ട സൈക്കോളജിക്കൽ ടിപ്സ് കൊടുക്കേണ്ട രീതിയിലേക്ക് ഉയരണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ഡെവലപ്പായി വരികയുള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പുതിയൊരു സ്കൂൾ എന്ന് പറയുന്നത്, പുതിയ ഒരു പ്രൈവറ്റ് സ്കൂളാണെങ്കിലും എല്ലാം പേരിന് നടത്തി എന്ന് പറയുന്ന രീതിയിൽ എല്ലാം നടത്തും. അതിനൊരു ഫോട്ടോ ഉണ്ടാവും, ഒരു വീഡിയോ ഷൂട്ട് ഉണ്ടാവും, അത് പബ്ലിസിറ്റിക്ക് വേണ്ടി പത്രങ്ങളിൽ കൊടുക്കാനുണ്ടാവും, പാരൻസിന് ഇനിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അത് ഫ്രൂട്ട്ഫുൾ ആണോ, കുട്ടികൾക്ക് അത് ഉപകാരപ്രദമാണോ എന്നുള്ളത് വളരെയധികം ചോദ്യചിഹ്നമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൊമേഴ്സ്യലൈസേഷനാണ്, അഥവാ കച്ചവടവൽക്കരണം. എല്ലാം ബിസിനസ്സാണ്, എല്ലാം ലാഭം ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും മാറി. പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകൾ ഇന്ന് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ഞാൻ കർണാടകയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. കർണാടകയിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കൂളിനെ ആശ്രയിക്കുന്നേ ഇല്ല. 10ാം ക്ലാസ് ആണെങ്കിലും PUC എന്നാണ് പറയുക, പ്രീ യൂണിവേഴ്സിറ്റി കോളേജ്, +1 +2 നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളിനെയാണ് എല്ലാവരും ആശ്രയിക്കുക. ഗവൺമെൻറ് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ പ്രൈവറ്റ് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിനാണ് നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം തന്നെ 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെയാണ് +1 പഠിക്കാൻ. 2 വർഷത്തെ കോഴ്സിന് കുട്ടി 3 ലക്ഷം വരെ കൊടുക്കേണ്ട ഒരു സിസ്റ്റം ആണ് ഇവിടെ നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സ്കൂള് ഇവിടെ ആരും ഇഷ്ടപ്പെടുന്നേ ഇല്ല. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്, ഗവൺമെൻറ് സ്കൂളാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. കാരണം അവിടെ നമ്മൾ അത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ കിട്ടുന്നുണ്ട്, ടീച്ചേഴ്സിന് അവിടെ അവൈലബിൾ ആണ്, ക്വാളിഫൈഡ് ആയ അധ്യാപകരാണ്. ഇവിടെ അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. ഇവിടെ നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന ഒരു സത്യം, ഗവൺമെൻറ് സ്കൂളിലേക്ക് ഒട്ടുമിക്ക ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകൾ മാത്രമാണ് ഗവൺമെൻറ് സ്കൂളിനെ ആശ്രയിക്കുന്നത്. കഴിയുമെങ്കിൽ എല്ലാവരും പ്രൈവറ്റ് സ്കൂളിനെ മാത്രമാണ് ഇവിടെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയരും വേറെ അർത്ഥത്തിൽ. പക്ഷെ അതിനൊരു ഭീമമായ സംഖ്യ ഇവർ പഠനത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, പ്രൈവറ്റ് സ്കൂളിൽ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, പല സ്കൂളുകളും രാവിലെ 7:30ക്കാണ് ആരംഭിക്കുന്നത്. സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂൾ ആരംഭിക്കുന്നത് 10 മണി to 4 മണിയാണെങ്കിൽ ഇവിടെ ആരംഭിക്കുന്നത് മത്സരമാണ്. ഇവിടെ ഒരു മത്സരങ്ങളുടെ
ഒരു ഹബ്ബ് തന്നെയാണ് ഇവിടെ. എഡ്യൂക്കേഷൻ അത്രയും ഡെവലപ്പ് ആകാൻ വേണ്ടി സ്കൂളുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. രാവിലെ 7:30 ഇവിടെ സ്കൂളുകൾ ആരംഭിക്കുന്നു, അതുപോലെ തന്നെ അത് 4 മണിക്ക് തീരുന്നു, വീണ്ടും 4:30 വരുന്നു, വീണ്ടും അത് 7 മണി വരെ പോകുന്നു. അങ്ങനെ അവിടെ ഒരു പഠനം നടക്കുന്നു, പഠിപ്പിക്കൽ നടക്കുന്നു, പഠനം നടക്കുന്നു. സ്റ്റഡി അവർ ഉണ്ട്, ടീച്ചിങ് അവർ ഉണ്ട്. കുട്ടികൾ പഠിക്കുന്നു, അതുപോലെ തന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നു. ഇങ്ങനെ 2 രീതിയിൽ കുട്ടികൾക്ക് ഇവിടെ പഠനം കിട്ടുന്നത് കൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും, പാരൻസ് എല്ലാവരും പ്രൈവറ്റ് സ്കൂളിനെയാണ് ഇവിടെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾ പഠനത്തിൽ മോശമായ കുട്ടികളെ കണ്ടെത്താൻ കഴിയും, അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ കഴിയും. എത്ര വീക്കായ കുട്ടികൾക്ക് പോലും ഒരു ഫസ്റ്റ് ക്ലാസ് എബവ് മാർക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. എന്നാലും ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷം ഒക്കെ പല സ്കൂളുകളും തോറ്റിട്ടുണ്ട് എന്നാണ്, അഥവാ ഫെയിൽഡ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലായത്. അതായത് പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ പഠിക്കുകയും അല്ലാത്ത കുട്ടികൾ മാർക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ മാർക്ക് കൊടുക്കാത്ത സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല കുട്ടികളും തോൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഓൾ പാസ് സിസ്റ്റമാണ്. കുട്ടിക്ക് എഴുതാനറിയോ വായിക്കാനറിയോ എന്നുള്ളതല്ല, എത്ര കുട്ടികൾക്ക് A+ കിട്ടുന്നു, എന്ത് മെറിറ്റോറിയസ് സ്റ്റുഡൻസിനാണോ ഈ A+ കിട്ടുന്നത്. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് കുട്ടിയുടെ ഭാവി അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് A+ വാങ്ങിയ കുട്ടി, എന്നാൽ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗുണനിലവാരവും ആ കുട്ടിക്ക് ആ A+ കൊണ്ട് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പഠനത്തിൽ മികവുള്ള കുട്ടികളെ നമ്മൾ പഠിക്കാൻ വിടണം, അവർക്ക് ആവശ്യമായ കോച്ചിങ് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം. അല്ലാത്ത കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും അവന് എന്തെങ്കിലും തൊഴിലധിഷ്ഠിതമായ മേഖലകളിലേക്ക്, അവന് താല്പര്യമുള്ള മേഖലകളിലേക്ക് മാത്രമാണ് നമ്മൾ അവനെ വഴിതിരിച്ചു വിടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ അധികാരികൾ, പ്രത്യേകിച്ച് നമ്മളെ പൊളിറ്റീഷ്യൻസ് ഒക്കെയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ഇന്ന് നമ്മൾ കാണുന്നത് ഒക്കെ ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്നു, പാഠഭാഗത്തിൽ പല ഭാഗങ്ങളും മാറ്റുന്നു, ഒക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ അതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടി അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ വരികയും രാഷ്ട്രീയക്കാർക്ക് സ്വന്തം താല്പര്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പം കുട്ടിയുടെ ഭാവി, സമൂഹത്തിൻ്റെ അധപ്പതനം ഒക്കെ അതിലൂടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ, പഠനത്തിൽ വികസനം ആഗ്രഹിക്കുന്ന പാരൻസ്, അധ്യാപകരൊക്കെ ചെയ്യേണ്ടത് കുട്ടികളെ കെയർ ചെയ്യുക, അവരെ സ്നേഹിക്കുക. നാമമാത്രമായിട്ടല്ല, അവർക്ക് തോന്നുന്ന ഒരു പ്ലാറ്റോണിക് ലവ് എന്ന് നമ്മൾ പറയൂലേ, അവർക്ക് അത്രയും സുന്ദരമായ ഒരു സ്നേഹം അവർക്ക് കൊടുക്കുക. എന്നാൽ തീർച്ചയായിട്ടും വലിയ ഡെവലപ്മെൻറ്റ് ആ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കുട്ടികളോടൊപ്പം ഇരിക്കുക, അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുക, അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക, അവനോടൊപ്പം ഭക്ഷണം കഴിക്കുക, അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ ശ്രമിക്കുക. അതോടൊപ്പം അവൻ്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാത്ത രൂപത്തിലേക്ക് അത് മാറാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു കുട്ടിക്ക് ഇതെൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, അവന് തന്നെ അതിലൊരു ആഗ്രഹവും ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമൊന്നും വേണ്ട. ഇന്ന് കാലം മാറി, ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, കുട്ടികൾക്ക് തന്നെ അറിയാം. പാരൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അറിയുന്നതിലേറെ കാര്യങ്ങൾ കുട്ടികൾക്ക് തന്നെ അറിയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളോട് ചോദിച്ചാൽ അവർ തന്നെ പറയും ഏത് മേഖലയിലേക്ക് പോകണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നെല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളോടൊപ്പം ജീവിക്കുക, അവരുടെ മനസ്സറിയുക, അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഇന്ന് ഏറ്റവും ആവശ്യം. എന്നാൽ കുട്ടികൾ കഞ്ചാവിലേക്കും കള്ളിലേക്കും അതുപോലെ തന്നെ മറ്റു സൊസൈറ്റിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നല്ലൊരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് പല കുട്ടികളും അങ്ങനെ സാമൂഹിക അന്തരീക്ഷം മലീമസമായതിൻ്റെ പേരിൽ പല കുട്ടികളും ഇന്ന് പല മേഖലയിലേക്കും തിരിഞ്ഞു പോകുന്നു. കഴിവുള്ള കുട്ടികളാണ്, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള കുട്ടികളാകുന്നു. പക്ഷേ അവരെന്തുകൊണ്ടോ ഇങ്ങനത്തെയൊക്കെ സമൂഹത്തിൻ്റെ ഈ ഒരു വലിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടും അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ പേരിലും അതുപോലെ തന്നെ കൂട്ടുകെട്ട് മോശമാകുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളോടൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക, അവരെ എല്ലാ രീതിയിലും നമ്മളുടെ മക്കളാണ് എന്നുള്ള രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ അവർക്കൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ഇവിടുത്തെ സിസ്റ്റം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് കുട്ടികളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമുണ്ടെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാരൻസിനെ സംബന്ധിച്ച് വളരെയധികം മെറിറ്റുള്ള ഒരു കാര്യമാണ്. കുട്ടി രാവിലെ
വരുന്നു, അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ രാവിലെ എല്ലാ സമയവും നമ്മളെ സ്കൂളിലൊക്കെ രാവിലെ 7:30 നമ്മൾ ട്യൂഷന് പോകുന്നുണ്ട്. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സും ഒരു ലോഡാണ്, അതുപോലെ തന്നെ സ്കൂളിലെ ക്ലാസ്സും ലോഡാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രാവിലെ 7:30 മുതൽ കുട്ടികൾ വരുന്നു. അതുപോലെ തന്നെ 9 മണി വരെ അവർ സ്കൂളിൽ നിന്ന് പഠിക്കുന്നു. അവർ പഠിക്കാനാണ് വരുന്നത്, ക്ലാസ് കേൾക്കാനല്ല, പഠിക്കാനാണ് വരുന്നത്. പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട്, സംശയങ്ങൾ തീർക്കാൻ അധ്യാപകരുണ്ട്. 9 മണി വരെ കുട്ടികൾ പഠിക്കുന്നു. ഒരു 9:30, 9:45 വീണ്ടും ബ്രേക്ക് കൊടുക്കുന്നു. വീണ്ടും കുട്ടികൾ സാധാ പോലെ പഠിക്കുന്നു. പിന്നീട് വൈകുന്നേരം 4-4:30 വീണ്ടും പഠിക്കുകയാണ് കുട്ടികൾ. അങ്ങനെ ഒരു 4 മണി മുതൽ 4-4:30 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 6:30-7 മണി വരെ കുട്ടികൾ വീണ്ടും പഠിക്കുകയാണ്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ച് അതൊരു ബേർഡനല്ല, കുട്ടികളെ സംബന്ധിച്ചും ബേർഡനല്ല. ഒരുമിച്ച് പഠിക്കുകയാണ്, സ്കൂളിൽ നിന്ന് ഒരുമിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപകരുടെ സപ്പോർട്ടോടു കൂടി പഠിക്കുന്നു. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് കുട്ടികൾക്ക് തന്നെ ഒരു പഠനാന്തരീക്ഷം സുഖമായി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് മൈൻഡ് ഫ്രീ ആണ്, ടെൻഷൻ ഫ്രീ ആണ്, ഒന്നും ചെയ്യാനില്ല, പഠിക്കാനില്ല, ഒക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ നാട്ടിലും ഈ ഒരു സിസ്റ്റം ആരംഭിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പല കുട്ടികളും പല മേഖലകളിലേക്കും എത്തിപ്പെട്ടതായിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച പല കുട്ടികളുടെയും ബോർഡുകൾ, ഫ്ലക്സുകളൊക്കെ കാണുന്നുണ്ട്. നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ, പല മേഖലകളിലേക്കും എത്തിപ്പെട്ട കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാടും ഈ രൂപത്തിലേക്ക് മാറണം. ട്യൂഷൻ ക്ലാസ് നമ്മളെ കുട്ടികൾ 9ാം ക്ലാസ്സിലെത്തുമ്പം 10ാം ക്ലാസ്സിലെത്തുമ്പം ഏതായാലും ട്യൂഷന് പോകും കുട്ടികൾ. അപ്പോൾ ആ സിസ്റ്റം സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളിലേക്കൊക്കെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കുട്ടികളുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ ലെങ്തായി പോയിട്ടുണ്ട് എന്നറിയാം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.